നോക്കൂ, തനിക്ക് പറയാനുള്ളത് പറഞ്ഞ ശേഷം ആദ്യത്തെ ചോദ്യം മുതൽ അസ്വസ്ഥനായി തുടങ്ങും. പ്രധാനമായും CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയോടും അവരുടെ തന്നെ ചാനലായ കൈരളിയോടുമാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രതിഷേധവും. അവര് CPM ആണോ അല്ലയോ എന്നതല്ല പ്രശ്നം, അവരും മാധ്യമങ്ങളാണ്. ഏതായാലും പൂക്കിച്ചിരിക്കായുള്ള ചോദ്യം ചോദിച്ചത് നമ്മളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഓൺലൈൻ മാധ്യമമായിരുന്നു. അതൊരു സ്റ്റേജ് ഇവന്റ് ആയിരുന്നോ എന്ന സംശയമൊക്കെ അന്ന് തന്നെ പലരും ഉന്നയിച്ചിട്ടുമുണ്ട് കേട്ടോ. ഏതായാലും അവരെക്കാൾ വായനക്കാരുള്ള പത്രമാണ് ദേശാഭിമാനി, അവരെക്കാൾ പ്രേക്ഷകരുള്ള ചാനലാണ് കൈരളി. ഇനി മുഖ്യമന്ത്രി നടത്തുന്നത് സർക്കാരുമായി സൗഹൃദമുള്ള മാധ്യമങ്ങളുടെ മാത്രം സമ്മേളനമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും, അതിൽ രാഷ്ട്രീയവും ഉണ്ടാകുമെന്നേ. എല്ലാ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. ചിലരത് പരസ്യമായി പറയും, ചിലരത് രഹസ്യമായി വെക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. എന്നാൽ വാർത്താ സമ്മേളനം നടത്തുന്നയാൾ അതൊന്നും ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യവുമില്ല. ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത്. ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി മറുപടി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ലാതെ നിങ്ങളുടെ പാർട്ടി അതല്ലേ, നിങ്ങളുടെ പാർട്ടി ഇതല്ലേ എന്ന് ചോദിച്ച് പരിഹസിക്കുകയല്ല ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. നോക്കൂ, അതുകൊണ്ട് മാധ്യമങ്ങളെ തരംതിരിച്ച് നിർത്തലൊന്നും മുഖ്യമന്ത്രിയുടെ പണിയല്ല കേട്ടോ. തനിക്കെതിരായ മാധ്യമങ്ങളെ തിരഞ്ഞു പിടിച്ച് അവരോട് അസഹിഷ്ണുത കാണിക്കാനല്ല വാർത്താ സമ്മേളനം നടത്തേണ്ടത്. ഏതായാലും ദേഷ്യം വരുമ്പോൾ ക്ഷോഭിക്കുന്ന സാധാരണ മനുഷ്യനാണല്ലോ സതീശൻ. അതുകൊണ്ട് സ്പോണ്ടേനിയസ് ആയി ഉണ്ടാകുന്ന ഇത്തരം വികാരങ്ങളെ കൃത്രിമമായി മറച്ചുവെക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സാധാരണക്കാരായ മനുഷ്യർ കാണിക്കുന്ന മറ്റൊരു വിവേകമുണ്ട്, മര്യാദയുണ്ട്. സഭയറിഞ്ഞു പെരുമാറുക.